മലപ്പുറം ഊർഗാട്ടേരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂരങ്കലിലെ സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനവകുപ്പും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. വിഷയത്തിൽ ഫലപ്രദമായ നടപടി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 12 മണിക്ക് ആന ഇറങ്ങി റബ്ബർ ഓടിക്കുന്ന കണ്ടുകൊണ്ട് ലൈറ്റ് അടിച്ചപ്പോഴാണ് ഈ ആന വന്ന് കിണറിനകത്ത് വീഴുന്നത്. ഉടൻ തന്നെ ഫോറസ്റ്റുകാരെ വിവരം അറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും ചെയ്തു. ഞങ്ങളുടെ കൃഷി എല്ലാ ദിവസവും ഈ ആന ഇറങ്ങി ഒരു കൃഷി സ്ഥലത്തുനിന്ന് മറ്റൊരു പുരയിടത്തിലേക്ക് മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്ന ഒരു ആനയാണ്. എന്നും ജനവാസ മേഖലയിലാണ് ഈ ആന കാട്ടിലേക്ക് പോകുന്ന ആനയല്ല. ഇതുകൊണ്ട് ഞങ്ങൾ മടുത്തു. ഇതിനെ പടക്കം പൊട്ടിച്ചാലൊന്നും ഇത് പേടിയില്ല. ഇത് സ്ഥിരം കേട്ട് അത് ശീലമായി പോയി. അതുകൊണ്ട് ഈ ആനയെ ഇവിടുന്ന് കിട്ടിയപ്പോൾ ഈ ആനയെ അടുത്ത ദൂരെയുള്ള വനത്തിലേക്ക് കൊണ്ടുപോയി വിടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. വിവരങ്ങളുമായി സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, 25 അടി താഴ്ചയിലാണ് ഈ കാട്ടാന വീണത് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ? വർഷ, ഇന്നലെ രാത്രി 1 മണിയോടെയാണ് സംഭവം. ഏതാണ്ട് 25 അടിയോളം താഴ്ചയുള്ള കിണറാണ്. ആൾമറയില്ലാത്ത കിണറിലാണ് കാട്ടാന അകപ്പെട്ടത്. ഇപ്പോഴതിനെ കയറ്റാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വനം വകുപ്പിന്റെയും പോലീസിന്റെയും ഒക്കെ സാന്നിധ്യമുണ്ട്. സ്ലോപ്പായി ആനയ്ക്ക് കയറിപ്പോകാവുന്ന തരത്തിൽ വഴിയൊരുക്കുകയാണ് ലക്ഷ്യം. അങ്ങനെ വഴിയൊരുക്കിയതിനു ശേഷം ആനയെ കയറ്റിവിടാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തുന്നത്. പക്ഷേ അങ്ങനെ കയറ്റി വിടരുത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആനയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകണം, അതിന് മയക്കുവെടി വെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ആണ് നാട്ടുകാർ പറയുന്നത്. നിലമ്പൂർ നോർത്ത് DFO ഓഫീസ് നാട്ടുകാർ ഉപരോധിക്കുന്നുണ്ട്. ഈ കൊമ്പൻ കുറച്ചു നാളായി ഈ പ്രദേശത്ത് നാട്ടുകാർക്ക് ശല്യമായി തുടരുകയായിരുന്നു. ഇത് ഉൾവനത്തിലേക്ക് കയറി പോവാൻ കൂട്ടാക്കുന്നില്ല. പലയിടത്തായി കൃഷിനാശവും രാത്രികളിലൊക്കെ ഈ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്ന പ്രശ്നക്കാരനായ ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഉൾവനത്തിലേക്ക് കയറ്റിവിടണമെന്ന ഒരു ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. വർഷ, സ്വാലിഹ്, ഇപ്പോൾ എങ്ങനെയാണ് ഈ ആനയുടെ ആരോഗ്യനില? ഇപ്പോൾ എങ്ങനെയാണ്? മറ്റു പരിക്കുകൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായി വിവരമുണ്ടോ? ആന ഇപ്പോഴും കിണറ്റിലാണുള്ളത്. പ്രാഥമികമായ നിഗമനം ആനക്ക് കാര്യമായ പരിക്കുകൾ ഒന്നുമില്ല എന്ന് തന്നെയാണ്. ആന കയറാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഏതാണ്ട് ഒരു 2 മണിക്കൂറെങ്കിലും നീണ്ട ദൗത്യമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് കയറിപ്പോകാവുന്ന തരത്തിലുള്ള ഒരു വഴി ഒരുക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതിനുള്ള JCB ഉൾപ്പെടെയുള്ളത് സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിന്റെ ഇതൊരു കാർഷിക മേഖലയാണ്. വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയ റബ്ബർ തോട്ടങ്ങളുള്ള ഒരു സ്ഥലമാണ്. അതിനകത്താണ് ഈ ആൾമറയില്ലാത്ത കിണർ ഉണ്ടായിരുന്നത്. ഇതിനകത്താണ് ആന അകപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ ആനയുടെ ഒരു ആരോഗ്യസ്ഥിതി അപകടകരമായ ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് വിലയിരുത്തുന്നത്. വർഷം, ശരി സ്വാലി, 25 അടി താഴ്ചയിലാണ് ആന വീണത്. ഇനിയൊരു സ്ലോപ്പ് ഉണ്ടാക്കി അതിന് കയറി വരാൻ വഴി ഉണ്ടാക്കിയുള്ള രക്ഷാപ്രവർത്തനമായിരിക്കും നടത്തുക. വിവരങ്ങളാണ് സ്വാലിഹ് നൽകിയത്.